السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم من مشى في حاجة أخيه وبلغ فيها كان خيرا له من اعتكاف 10 سنين. واعلموا أمة محمد اللهم صل وسلم عليه. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما عبدا سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരണീയനായ SKSSFന്റെ ആദരണീയനായ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ അസ്ഹർ അലി ദാരിമി ഉസ്താദ് അവർകൾ, എൻ്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുബാറക്കായ മജ്ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇതിനേക്കാളും ഖൈറായ വിധത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖങ്ങളൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം, ഇന്ന് തിങ്കളാഴ്ച രാത്രിയാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്.
നല്ല ചിന്തയോടുകൂടെ നല്ല വിശ്വാസത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് വളരെ കുറഞ്ഞ സമയം നിങ്ങളെല്ലാവരും ഞാനുമായിട്ട് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ആദ്യമായിട്ട് ഉണർത്തുകയാണ്. നമ്മളൊക്കെ ഈ മുബാറക്കായ മജ്‌ലിസിലേക്ക് വരുമ്പോൾ തന്നെ പല ഉദ്ദേശങ്ങളുമായിട്ടാണ് ഈ മുബാറക്കായ മജ്‌ലിസിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. പുറത്ത് പറയാൻ പറ്റിയതും പറ്റാത്തതുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ, നീറുന്ന ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട്, ജല്ല ജലാലായ തമ്പുരാനെ, ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങൾ എടുത്തു വെച്ച ഓരോ കാൽപാദങ്ങളും ഞങ്ങളുടെ ഹസനത്തിന്റെ ഏടുകളിൽ നീ രേഖപ്പെടുത്തണേ തമ്പുരാനെ. നാളെ നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഇത് നന്മക്ക് കനമേറെയാവാനുള്ള ഒരു കാരണമാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഒരു സഹോദരൻ ഇന്ന് മഗ്‌രിബിന് ശേഷം എൻ്റെ റൂമിൽ വന്നിട്ട് വളരെ വിഷമത്തോടുകൂടെ തൻ്റെ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ചു. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുടെ ഇടയിലൂടെയാണ് ആ സഹോദരൻ കടന്നു പോകുന്നത്. ഈ മുബാറക്കായ മജ്‌ലിസിലേക്കും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടികളിലേക്കുമൊക്കെ വരാൻ വലിയ താല്പര്യമുണ്ട്. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നം കാരണം തന്റെ പിതാവ് രോഗശയ്യയിൽ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതമാണ് ഖൈറെങ്കിൽ അല്ലാഹു തആല ജീവിപ്പിക്കട്ടെ. മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹു തആല കാമിലായ ഈമാനോടുകൂടെയുള്ള നല്ല റാഹത്തുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തു തന്നെയാണെങ്കിലും പഠിച്ചവനെ, നീ ആ ഉപ്പയുടെ മനസ്സിൽ ഒരു കരുത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരു ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഒരു മനക്കരുത്ത് നീ ഇട്ടുകൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കൾക്ക് വേണ്ടി ജീവിതകാലത്ത് ആ സഹോദരൻ അധ്വാനിച്ചത് മുഴുവനും ഖൈറായ നിലക്കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾ കാരണമായിട്ട് ആ ഉപ്പാക്ക് ഖബറിൽ കിടക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടും നീ എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ആ ഉപ്പ ജീവിക്കുന്ന കാലം അത്രയും കാമില ഈമാനോടുകൂടെ ജീവിച്ചിട്ട് മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെയും റാഹത്തോടെയുമുള്ള മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരനെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആ സഹോദരനെ ചുറ്റിപ്പറ്റി വല്ല ശർറാനിയത്തുകളും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ മുബാറക്കായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ വരണമെന്ന് വലിയ താല്പര്യമുണ്ട്, പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. അല്ലാഹുവേ, എന്തു തന്നെയാണെങ്കിലും ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ള റബ്ബാണല്ലോ പടച്ചവനെ. നിനക്ക് കഴിയാത്തതായ ഒന്നുമില്ലല്ലോ റബ്ബേ. എന്ത് ഷർറാണെങ്കിലും, പൈശാചികമായ ഷർറാണെങ്കിലും, പിശാചുക്കളുടെ അബദ്ധസഞ്ചാരമാണെങ്കിലും ഒക്കെ ആ ശർറാനിയത്തിന് മുഴുവനും നീ തട്ടി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഷർറുകളെ തൊട്ട് ആ സഹോദരനെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഏതാവട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലൂടെ വന്ന് കടന്നു പോവുകയാണ്. ഇസ്ലാമിലെ സാഹോദര്യം എന്ന വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ വളരെ സന്തോഷത്തോടുകൂടെ സുബ്ഹ് നമസ്കരിക്കാൻ വന്നപ്പോ സദസ്സിൽ ഒരു 10-20 ആളുകൾ ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇവായത്ത് പള്ളിയിൽ ആകെ കണ്ടത് 7-8 ആളുകൾ മാത്രമാണ്. അതിലും നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ 3-4 ആളുകളാണ് സുബ്ഹിന് ജമാഅത്തായിട്ട് വന്നത്. നിസ്കാരത്തിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു, അത് ഒഴിവാക്കിയാലുള്ള ശിക്ഷ പറഞ്ഞു. വളരെ സന്തോഷമെന്ന് പറയട്ടെ, എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന നമ്മുടെ റാഫി, ഞാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്.
കണ്ടപ്പോ തന്നെ കണ്ണ് കുളിർമയേകുന്ന ഒരു സന്തോഷമാണ് കിട്ടിയത്. വല്ലാത്തൊരു അനുഭൂതി, പറയാതിരിക്കാൻ നിർവാഹമില്ല. റാഫിയെക്കാളും എത്രയോ ബുദ്ധിയുള്ള, എത്രയോ ഓർമ്മകളുള്ള, എത്രയോ കഴിവുള്ള ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് പോലും അവരൊന്നും വന്നിട്ടില്ല. നിസ്കരിച്ചോ ഇല്ലയോ എന്നൊക്കെ റബ്ബിനെ അറിയുള്ളൂ. ഏതാവട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ മജ്‌ലിസ് പിരിയുമ്പോൾ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിസ്കാരം ഒഴിവാക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെ ആയിരിക്കണം പിരിയേണ്ടതെന്ന്. അർഹമുർ റഹീമായ റബ്ബേ, നീ തൗഫീഖ് നൽകിയവർ മാത്രമാണല്ലോ വന്നിട്ടുണ്ടാവുക. അല്ലാത്തവർ എവിടെയെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടാകും, നിനക്കറിയാം. ആ വന്നവർക്ക് അല്ലാഹുവേ നീ ആയുരാരോഗ്യം നൽകണേ തമ്പുരാനെ. ജീവിതത്തിലുടനീളം 5 വക്ത് നമസ്കാരം ഒരു പ്രയാസവും കൂടാതെ നിർവഹിക്കാനുള്ള നല്ല മനസ്സ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു സഹോദരൻ എന്നോടൊപ്പം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്, തനിക്ക് സുബ്ഹ് നമസ്കരിക്കാൻ വരാൻ, പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസമാണ്, തുമ്മലും കാര്യങ്ങളും ഒക്കെ. വരാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, ആ സഹോദരനൊക്കെ നീ ശിഫായിന നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട്, പിഞ്ചു മക്കളുണ്ട് റബ്ബേ. ആരുടെയെങ്കിലും ദുആന്റെ ആമീന് കൊണ്ട് ആ സഹോദരന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ആ പ്രയാസം വരാതിരിക്കാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ തമ്പുരാനെ. നിന്റെ ദീനുമായിട്ട് നിന്റെ ആലിമീങ്ങളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പഠിച്ചവനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ആ അസുഖം കാരണം പള്ളിയിൽ വരുന്നത് മുടങ്ങുന്ന ഒരു അസുഖം നീ നൽകല്ല റബ്ബേ. ജീവിക്കുന്ന കാലമത്രയും ഈമാനോടുകൂടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാമിന്റെ സാഹോദര്യം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ സമയമാണ് ഇവിടെ സംസാരിക്കുവാനുള്ളത്. സ്ഥാനത്ത് സംസാരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്, മുസ്ലിമീങ്ങളാണ്. മനുഷ്യരാശിയുടെ ജീവിത പദ്ധതിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ എല്ലാ പ്രമാണങ്ങളും, ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും, ഇസ്ലാമിന്റെ എല്ലാ തത്വസംഹിതകളും സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ജീവിത അഭിവാഞ്ഛയെ വളർത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. ഇസ്ലാമിന്റെ മാർഗദർശനവും ഭരണഘടനയുമായ വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഇസ്ലാമി ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധമായ ഒരു ആശയമാണ് ഉഖുവത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സാഹോദര്യം എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അത് ശാശ്വതമാണ്, അത് മൗലികമാണ്, പരിമിതികൾ ഇല്ലാത്തതുമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സത്യവിശ്വാസികളും എല്ലാം ഒരു സമാജമാണ്. ഈ വിഷയത്തിൽ ഒരു ഭൂമിയുടേതോ ഭൂപ്രകൃതിയുടേതോ പ്രൗഢിയുടേതോ ശക്തി ദൗർബല്യങ്ങളുടേതോ അകലമോ വൈവിധ്യമോ ഒന്നും തന്നെ ഇവിടെ പ്രശ്നമുള്ള സംഗതിയല്ല. സത്യവിശ്വാസികളെല്ലാം ഒന്നാണ്. സത്യവിശ്വാസികളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികളെല്ലാം പരസ്പരം സഹോദരങ്ങളെ പോലെയാണ്. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ഒരു ആത്മബന്ധത്തെ കുറിച്ച് പലരും അശ്രദ്ധരാണ് എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. നമ്മുടെ ഈ ബന്ധം ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് മരിച്ചവരിലേക്കും ഈ ലോകത്ത് ജനിക്കാനിരിക്കുന്നവരിലേക്കും നീണ്ടു കിടക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നത്. എന്നാൽ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ഒരു ബന്ധത്തിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
നമ്മളൊക്കെ സഹോദരങ്ങളാണ്. എന്നാൽ ഇതിന് കുറച്ച് ഫലങ്ങൾ മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ഒരു ജീവിതത്തിലേക്ക് 4 ഫലങ്ങളാണ് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയത്. നമ്മളെല്ലാവരും ഇന്നിവിടെ സാഹോദര്യത്തിൽ ഒരുമിച്ച് കൂടിയപ്പോ ഇതിന് 4 ഫലങ്ങളാണ് മഹാന്മാരായ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ മഹബ്ബത്തു വത്തആവുനു വദ്ദുആഉ വശ്ശഫാഅ. സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മബന്ധത്തിന്റെ 4 ഫലങ്ങൾ. ഒന്ന് മഹബത്താണ്, മറ്റൊന്ന് തആവുനാണ്, സഹകരണമാണ്. മൂന്നാമത്തത് വശഫാഅത്തു, ശുപാർശയാണ്. നാലാമത്തത് ദുആണ്. എനിക്കറിയാം ഞാൻ ജത്തിലാത്ത ദ്വീപിൽ നിന്ന് ഇവിടെ വഅദ് പറയാൻ വേണ്ടിയിട്ട് കപ്പൽ കയറിയപ്പോൾ ഞാൻ ഇവിടെ 12 ദിവസവും വഅദ് പറഞ്ഞിട്ട് തിരിച്ചെന്റെ നാട്ടിൽ പോയാലും ഈ ഒരുമിച്ച് കൂടിയ നൂറുൽ ഹുദാ മദ്രസയുടെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം അവരുടെ ജീവിതത്തിലുടനീളം എനിക്ക് ദുആ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് പരസ്പര സ്നേഹത്തിന്റെ ഊഷ്മളമായ ബന്ധത്തിന്റെ 4 ഫലങ്ങളിൽ ഒന്ന് അദ്ദുആ, പരസ്പരം ദുആ ചെയ്യലാണ്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ദിവസവും നിസ്കരിക്കുന്നവരാ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 17 റക്അത്താണ് നമുക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ 17 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ സത്യവിശ്വാസികൾ തമ്മിലുള്ള ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അത് എവിടെയാണെന്നല്ലേ? നിസ്കാരത്തിന്റെ 4ാമത്തെ ഫർളാണല്ലോ ഖിറാഅത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതാത്തവനക്ക് നിസ്കാരമില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്തവനക്ക് നിസ്കാരമേ ഇല്ല, അവന്റെ നിസ്കാരം ശരിയല്ല. എന്നാൽ ആ നിർബന്ധമായ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അത് ഏതാണെന്നറിയുമോ? അറിയോ? ഫാത്തിഹയിൽ പരസ്പര സാഹോദര്യത്തിന്റെ ഊഷ്മളമായ ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അത് എവിടെയാണെന്നറിയുമോ? ഇത് നമ്മൾ ഇബ്രാഹിമിന് പറ്റിയ വാദമാണ്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നാളെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ ഫർളായ കാര്യം ചെയ്യുമ്പോ മരിച്ചവർക്ക് കിട്ടുമെന്ന് അല്ലേ? അങ്ങനല്ലേ? ഫർളായ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് ചുറ്റിപ്പറ്റി ചെയ്യുന്ന അമലുകളിൽ നിന്ന് മരിച്ചു പോയവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊരു ചോദ്യം ചോദിച്ചു. ചുരുക്കി പറഞ്ഞ സത്യത്തെ അദ്ദേഹത്തിനൊരു മദ്ഹബ് തന്നെ ഇറക്കേണ്ട അവസ്ഥയിലായിപ്പോ. ഏതാവട്ടെ, അല്ലാഹു തആല നാഫിയായ ഇൽമ നൽകട്ടെ. ഫാത്തിഹയിൽ പരസ്പര സാഹോദര്യത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അത് എവിടെയാണെന്നല്ലേ? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇയ്യാക, നിനക്ക്, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക, നിന്നോട്, നസ്തഈൻ, ഞങ്ങൾ സഹായത്തെ തേടുന്നു. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക അഅ്ബുദു, നിനക്ക് ഞാൻ ആരാധിക്കുന്നു, വ ഇയ്യാക അസ്തഈനു, നിന്നോട് ഞാൻ സഹായത്തെ തേടുന്നു എന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ എന്തേ പറയാത്തത്? അല്ലേ? ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? ഒറ്റക്ക് കുനൂത്ത് ഓതുന്നവൻ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, എന്നെ ഹിദായത്തിലാക്കണേ. പക്ഷെ ഫാത്തിഹ ഓതുമ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഓതുന്നത് എന്താ? ഓതുന്നുണ്ടോ? ഇയ്യാക അഅ്ബുദു എന്ന് ഓതുന്നുണ്ടോ?
ഒറ്റക്ക് നിസ്കരിക്കുന്നവനും പറയുന്നത് ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായത്തെ തേടുന്നു. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും കൂട്ടമായിട്ട് നിസ്കരിക്കുന്നവരും ഇതാണ് പറയുന്നത്. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഫാത്തിഹയിൽ പറയുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ലോകത്തിലുള്ള സത്യവിശ്വാസികളാണ്. മുഴുവൻ സത്യവിശ്വാസികളോടുമുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിൽ പറയുന്നത്. ആ നിസ്കാരം അങ്ങനെ അവസാനത്തെ റക്അത്തിലെത്തുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അത്തഹിയാത്ത് ചൊല്ലുന്നത് എന്താണെന്നറിയോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതിനാ അങ്ങനെ പറയുന്നത്? അസ്സലാമു അലയ്യ, എന്റെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവണം എന്നല്ലേ പറയേണ്ടത്. സത്യത്തിൽ അങ്ങനെ അല്ലേ പറയേണ്ടത്? അസ്സലാമു അലയ്യ. പക്ഷെ പറയുന്നത് എന്താണ്? തയ്യാത്തിൽ എത്തുമ്പോൾ ഒരു മനുഷ്യൻ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലയ്യ എന്ന് പറയാതെ പടച്ചവനെ എന്റെ മേലിൽ നിന്റെ രക്ഷയുണ്ടാവണേ എന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? ആകാശഭൂമികളിലെ എല്ലാ സത്യവിശ്വാസികളോടുമുള്ള വിശുദ്ധ ബന്ധത്തിന്റെ ഊഷ്മളത പ്രകാശിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ തഹ്ഹിയാത്തിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അഹദുകും ഫിസ്സലാത്ത്, നിങ്ങൾ നിസ്കാരത്തിൽ തഹ്ഹിയാത്തിലെത്തുമ്പോൾ ഫൽയഖുൽ, അവനെ പറയട്ടെ, അത്തഹിയാത്തു ലില്ലാഹി വസ്സലാത്തു വത്വയ്യിബാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഫഇന്നഹു ഇദാ ഖാല ദാലിക, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇതങ്ങോട്ട് പറഞ്ഞാൽ ആ പ്രാർത്ഥന ആർക്കൊക്കെയാണ് എത്തുന്നതെന്നറിയോ? അസാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ്സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ള എല്ലാ സ്വാലിഹീങ്ങളായ അടിമകളിലേക്കും ആ പ്രാർത്ഥനയുടെ ഫലം എത്തുകയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ ജനിച്ചിട്ടുള്ളതായ എല്ലാവരും അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ ഖബറിലാണെങ്കിലും ഒരാൾ ഫാത്തിഹ ഓതുമ്പോ അതിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തീർന്നിട്ടില്ലല്ലോ. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ ജുമാക്ക് വേണ്ടി പള്ളിയിൽ പോകുന്നവരാണ്. ജുമാക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാമത്തെ ഖുതുബ നിർവഹിക്കുമ്പോൾ ആ രണ്ടാമത്തെ ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ആണ്. അവസാനം ഖുതുബയുടെ രണ്ടാമത്തെ ഖുതുബയുടെ അവസാനത്തിലേക്ക് ഖതീബ് ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ കേൾക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും, ഉറങ്ങുന്നവർക്ക് അത് അറിയുന്നുണ്ടാവില്ല. പറയുന്നത് എന്താണ് ഖതീബ്? اللهم اجرنا من النار، اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഖതീബുമാർ മിമ്പറിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആ ഏതാണെന്നല്ലേ? ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ ഒരു ദുആണ് മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഖതീബുമാർ ദുആ ചെയ്യുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്നല്ലേ? റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തുതായോ, ഞങ്ങൾക്ക് നീ പുറത്തുതായോ. റബ്ബന ഗഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് പുറത്തുകൊണ്ടാ, ഞങ്ങൾക്ക് മാത്രം
കോർത്താ മതിയോ? അല്ല. വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുൻകടന്നതായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് മൺമറഞ്ഞു പോയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ കാര്യത്തിലാണെന്നറിയോ? റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന الذين سبقونا بالإيمان ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ കാര്യത്തിലെന്നറിയോ? നസലത്ത് ഫിൽ അൻസാർ, മദീനക്കാരുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. എന്താണ് മദീനക്കാർ ചെയ്തത്? അൻസാറുകളായ സ്വഹാബ, സർവ്വതും അല്ലാഹുവിന്റെ തിരുദൂതർക്ക് സമർപ്പിച്ച സ്വഹാബ, അവരെന്താണ് ചെയ്തത്? മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയല്ലോ. ഹബീബ് നബി തങ്ങളും സ്വഹാബത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം അല്ലാഹുവിന്റെ വഴിനടത്തലായ പരിശുദ്ധ ഹിജ്റയിൽ അങ്ങ് മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കസ്വ എന്ന പേരുള്ള ഒട്ടകത്തിന്റെ പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത്. മൊബൈൽ ഫോണില്ലല്ലോ. എങ്ങനെയാണ് സ്വഹാബത്തിന്, അൻസാറുകളായ സ്വഹാബത്തിന് ഇൻഫർമേഷൻ ലഭിച്ചത്? ആഴ്ചകൾക്ക് മുമ്പ് ഈത്തപ്പനയുടെ തെങ്ങിന്റെ മുകളിൽ അവർ കയറിയിരുന്നിട്ട് അള്ളാന്റെ റസൂൽ എന്ന പൂർണ്ണചന്ദ്രൻ വെളിവാകുന്നുണ്ടോ എന്നവർ നോക്കി നിൽക്കുന്നുണ്ടത്രേ. അവസാനം മദീനയിലുള്ള ഈന്തമരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവരിങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ മുത്തുനബിതങ്ങൾ മദീനയിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ച കണ്ടു. ആ അൻസാറുകളെ പറ്റി ഖുർആൻ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ആ അൻസാറുകൾ ചെയ്തതെന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അവരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി, നിശ്ചയം അല്ലാഹുവിന്റെ പാർട്ടിക്കാർ ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികളെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ വിശദീകരിച്ച സ്വഹാബത്തിനെ പറ്റിയാണ്, അൻസാറുകളായ സ്വഹാബത്തിനെ പറ്റിയാണ്. അവരെന്താ ചെയ്തത്? വല്ലദീന തബവ്വഉ الدار സൂറത്തുൽ ഹശ്റിലാണ് അല്ലാഹു തആല ഈ ആയത്ത് മനോഹരമായി പറഞ്ഞു വെക്കുന്നത്. മദീനക്കാർ ചെയ്തോ തബവ്വഉ الدار, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വീട് ഒരുക്കി വെക്കുകയാണ് അൻസാറുകൾ. വീട് ഒരുക്കി വെച്ചിരിക്കുകയാണ് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അൻസാറുകളായ സ്വഹാബ. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സൗകര്യത്തോടെയുള്ള വീടൊരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. അല്ലാഹുവേ, വളരെ സ്നേഹത്തോടെ വീടുകളിലേക്ക് ഒരു നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. റബ്ബേ, എല്ലാതും നിനക്കറിയുമല്ലോ റഹ്മാനേ. അല്ലാഹുവേ, ഇൽമിനെ ബഹുമാനിച്ചിട്ടാണ് റബ്ബേ, മറ്റൊന്നുകൊണ്ടുമല്ല റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. പരലോകത്ത് റബ്ബേ, സ്വർഗത്തിൽ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ നൽകിയ പ്രതിഫലങ്ങൾ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ നൽകണേ അല്ലാഹ്. നിന്റെ കോടതിയിലേക്ക് ഈ മുഅ്മിനീങ്ങൾ മുഴുവനും വരുമ്പോ അല്ലാഹുവേ, അൻസാറുകളെ സ്വീകരിച്ചതുപോലെ മുഹാജിറുകളെ സ്വീകരിച്ചതുപോലെ ഈ വിത്രാദ്വീപിലെ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അൻസാറുകളായ സ്വഹാബ അല്ലാഹുവിന്റെ റസൂലിനും തന്റെ കൂടെ ഹിജ്റ വന്നവർക്കും വീടൊരുക്കി വെക്കുകയാണ്. മാത്രമല്ല, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ അടുത്തേക്ക് ഹിജ്റ വരുന്നവരെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു.
ഇഷ്ടപ്പെടുകയാണ് മദീനക്കാരായ ആളുകൾ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. മക്കക്കാർക്ക് അല്ലാഹുവിന്റെ റസൂല് സമ്പത്ത് നൽകിയതിന്റെ പേരിൽ മദീനക്കാരുടെ ഹൃദയത്തിൽ ഒരു അസൂയ പോലും അവർക്കുണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും അവരവിടെ ഉണ്ടാക്കിയിട്ടില്ല. മുഅ്മിനീങ്ങളെ അല്ലാഹ് പറയുകയാണ്, മക്കക്കാർക്ക് റസൂല് സമ്പത്ത് നൽകിയതിന്റെ പേരിൽ മദീനക്കാരായ ആളുകൾ അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, ഒരു അസൂയ പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. എന്താണ് കാരണമെന്നറിയോ? മക്കയിൽ നിന്ന് ധാരാളം ആളുകൾ മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് അവർ നാട് വേഷിച്ചവരാണ്, അവർ വീട് വേഷിച്ചവരാണ്, കുടുംബം ഒഴിവാക്കിയവരാണ്, സ്വത്തുക്കളെല്ലാം ഒഴിവാക്കിയിട്ടവരാണ്. മദീനക്കാരായ അൻസാറുകൾ അവരുടെ വീടുകളിൽ താമസിപ്പിച്ചു. നല്ല ഉന്നതമായ സമുന്നതമായ റൂമുകളൊക്കെ അവർ സംവിധാനം ചെയ്തു കൊടുത്തു. ആർക്ക് വേണ്ടി? തന്റെ സഹോദരങ്ങളായ മുഹാജിറുകളായ സ്വഹാബത്തിന് വേണ്ടിയിട്ട്. ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഒരു ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി അടുത്ത ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇങ്ങനെയാണ് അൻസാറുകളായ സ്വഹാബ ചെയ്തത്. എല്ലാ സൗകര്യങ്ങളും മക്കക്കാർക്ക് വേണ്ടി മദീനക്കാർ ചെയ്തു കൊടുക്കുകയാണ്. അവസാനം മദീനയിൽ മുത്തുനബി തങ്ങൾ ബനുന്നദീർ ഗോത്രക്കാര് അവരിട്ടേച്ചു പോയ മുതല്, ആ ജൂതഗോത്രമായ ബനുന്നദീർ ഇട്ടേച്ചു പോയ മുതല് അല്ലാഹുവിന്റെ റസൂല് ഒരുക്കു കൂട്ടിയിട്ട് തന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന എല്ലാം ഒഴിവാക്കി, കുടുംബം ഒഴിവാക്കി, സ്വത്തുക്കൾ ഒഴിവാക്കി, മുതലുകൾ മുഴുവനും ഒഴിവാക്കി അല്ലാഹുവിന്റെ തിരുദൂതരോടുകൂടെ ഹിജ്റ വന്നവരുടെ ഓർമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് മറ്റൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ എല്ലാ നിലക്കും എല്ലാ സൗകര്യത്തോടുകൂടെയും സ്വഹാബ, അൻസാറുകളായ സ്വഹാബ, ഈ മുഹാജിറുകളായ സ്വഹാബത്തിനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. അവരുടെ വീടുകളിൽ താമസത്തിനുള്ള വകയുണ്ടാക്കി കൊടുത്തു, ഭക്ഷണങ്ങൾ നൽകുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഓരോ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ട് അവർക്ക് അവരുടെ സഹോദരന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത തന്റെ അൻസാറുകളായ സ്വഹാബത്തിനെയും റസൂലുള്ള ഓർമ്മിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, അൻസാറുകളായ സ്വഹാബ, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹു അലയ്യ മിൻ ബനി നളീർ ബൈനകും വബൈനഹു വയകൂനൂന മാ കാനൂ. എന്റെ പ്രിയപ്പെട്ട അൻസാറുകളെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മുതല് ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തരാം. പകുതി മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്കും വീതിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ അവർ നിങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നുവല്ലോ, അവർ അവിടെ തന്നെ കുറച്ചു കാലം താമസിക്കട്ടെ. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ മുതല് മുഴുവനും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഓഹരി വെച്ചു തരാം. ആ സമയത്ത് ഇതെല്ലാം കേട്ടു നിന്നിട്ട് മദീനക്കാരവസാനം ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. റസൂല് പറഞ്ഞു, ഇത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ തരാം. മാത്രമല്ല വരിക്കും ആ മുഹാജിറുകളായ സ്വഹാബ നിങ്ങളുടെ വീടുകളിൽ നിന്നിട്ട് മാറി താമസിച്ച് വല്ല ചെറ്റക്കുടിലുകൾ കെട്ടി അവർ താമസിച്ചോട്ടെ. എന്നാലും ഈ മുതല് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി വെച്ചു കൊടുക്കാം. അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ അൻസാറുകളോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ മദീനക്കാരുടെ നേതാക്കന്മാരായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും ആ യോഗത്തിൽ വെച്ച് എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, ആദരവായ നബിയേ, ഖസ്സിമുഹു ബൈനൽ മുഹാജിരീന വയകൂനൂന ഫീ ദുഅരിനാ. മഹാന്മാരായ മദീനക്കാർ മുത്തുനബിയോട് പറയുകയാണ്, ഖസ്സിമുഹു ബൈനൽ മുഹാജിരീൻ, ആ മുതലുകൾ മുഴുവനും മുഹാജിറുകൾക്ക് ഓഹരി വെച്ച് കൊടുക്കു നബിയേ. അതിന്റെ പേരിൽ അവർ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് മാറണ്ട, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് മറ്റു വീടുകൾ എടുത്ത് പോവുകയും വേണ്ട. അവരിപ്പോ എങ്ങനെയാണോ താമസിക്കുന്നത് അങ്ങനെ തന്നെ താമസിക്കട്ടെ. മഹാന്മാരായ അൻസാറുകൾ ഇതങ്ങോട്ട് പറയുമ്പോൾ അവിടെ കൂടി നിന്ന അൻസാറുകൾ മുഴുവനും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ
ഞങ്ങളോട് പറയുകയാണ് റളീനാ വസല്ലംനാ. നബിയേ, അത് ഞങ്ങളുടെ നേതാക്കന്മാരായ രണ്ട് സഅദന്മാരുടെ മാത്രം അഭിപ്രായമല്ല. റളീനാ വസല്ലംനാ, അതൊക്കെ ഞങ്ങൾക്ക് പൊരുത്ത ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ അത് പൊരുത്തമാണ്. അള്ളാന്റെ ഹബീബിനോട് പ്രഗൽഭരായ പ്രതിഭാശാലികളായ സ്വഹാബ, അൻസാറുകളായ സ്വഹാബ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്, കണ്ണ് സജലങ്ങളാവുകയാ. എന്റെ പുണ്യ സ്വഹാബ, കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ട് അള്ളാന്റെ റസൂലി അവിടുന്ന് എണീറ്റ് നിൽക്കുകയാ. എന്നിട്ട് പറയുകയാണ്, രണ്ട് കൈയും ഉയർത്തിയിട്ട്, അർഹമുർറാഹിമായ അല്ലാഹുമ്മ അർഹമിൽ അൻസാർ വഅബ്നാൽ അൻസാർ. പടച്ചവനേ, അൻസാറുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. വഅബ്നാൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. മദീനയിൽ പോയവർക്കറിയാം, മക്കയിൽ പോയവർക്കറിയാം. മക്കയെയും മദീനയെയും ഒന്ന് കമ്പയർ ചെയ്തു നോക്കണം. മക്ക നല്ല ശബ്ദ കോലാഹലങ്ങളാണ്, പക്ഷെ മദീന ശാന്തമാണ്. മദീന അത് താബയാണ്, മദീന ത്വയ്ബയാണ്, മദീന അനന്തമായ അനുരാഗികളുടെ ആനന്ദമാണ് മദീന. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു സ്വഹാബി പറഞ്ഞല്ലോ, യാ ആകിലത്തൽ അക്ബാർ, കരള് കടിച്ച് ചവച്ചരച്ച് തുപ്പിയവളുടെ മോനെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് കൂഫയിലെ ഗവർണറായപ്പോ മുആവിയക്കൊരു കത്തെഴുതി. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു സ്വഹാബി, അസ്മാ ബീവിയുടെ മോനാണ് ആ സ്വഹാബി. അബൂബക്കർ സിദ്ദീഖിന്റെ മോളായ അസ്മാ ബീവിയുടെ മോനാണ്. പരസ്പര സാഹോദര്യത്തിന് വേണ്ടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ. ആ ഇസ്ലാമിന്റെ ബാലപാഠം അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളുടെ നിർഗളിക്കുന്ന ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് അവരവരുടെ ജീവിതത്തിൽ പകർത്തിയതാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന സ്ഥലം എവിടെയാ? ഒരു കുടുംബത്തിൽ എവിടെയാ? ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് പ്രശ്നം വരുന്ന സ്ഥലം എവിടെയാണ്? എവിടെയാ? സമ്പത്തിന്റെ കാര്യത്തിലാണ്. സമ്പത്തിന്റെ കാര്യത്തിലാണ് ജ്യേഷ്ഠന്മാരും മനുഷ്യന്മാരും പരസ്പരം കൊല്ലിയടിക്കുന്നത്. ഏതാവട്ടെ, സമ്പത്ത് ഫിത്നയാണ്, സമ്പത്ത് അഹങ്കാരത്തിന്റെ മുതലുകളാ. ഖാറൂന് പറഞ്ഞത് ഞാൻ പറഞ്ഞുവല്ലോ. ഖാറൂൻ മൂസാ നബിയോട് പറഞ്ഞു, ഒരിക്കൽ എനിക്ക് വേണ്ടി ഒന്ന് സമ്പത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. മൂസാ നബി പറഞ്ഞു, സമ്പത്ത് അധികം നിനക്ക് അഹങ്കാരം വരും, അതുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കണ്ട, സമ്പത്ത് വേണ്ട നമുക്ക്. അവസാനം പറഞ്ഞു, നിർബന്ധിച്ചു ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. അവസാനം എന്തുണ്ടായി? 70ഓളം ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ചാവി ഉണ്ടായിരുന്നു അത്രേ ഖാറൂനിന്റെ ഖജനാവിനിക്ക്. അഹങ്കരിച്ചു. അവസാനം റബ്ബിനെ ധിക്കരിച്ചു. അല്ലാഹു തആല ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തി. ഹാറൂനിന്റെ കാല് ഇനി എന്നാണോ 7ാം ഭൂമിയിൽ പതിയുന്നത്, ഇപ്പോഴും ആണ്ടുകൊണ്ടിരിക്കുക. എന്നാണോ 7ാം ഭൂമിയിൽ പതിയുന്നത്, അന്ന് ഖിയാമത്ത് നാളാണ്. ഏതാവട്ടെ, സ്വഹാബത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് താൻ ഗവർണറായപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയപ്പോൾ, ആ കത്ത് മുആവിയക്ക് കിട്ടിയപ്പോൾ എന്താ സംഭവമെന്നറിയോ?
മുആവിയാനെ അങ്ങനെ പറയാനുള്ള സംഭവം എന്താണെന്നറിയോ? ഉഹുദ് യുദ്ധം സജീവമായപ്പോൾ ഹിന്ദിന്റെ ഉപ്പയെ ഒരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഹിന്ദിന്റെ ഉപ്പയെ ഒരു യുദ്ധത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ അരിശം തീർക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ അടിമയായ വഹ്ശിയെ വിഷത്തിലൂട്ടിയ അമ്പുമായിട്ട് ഉഹുദിലേക്ക് പറഞ്ഞേക്കുന്നത്. ഹംസയെ കൊന്നാൽ വഹ്ശി നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് ഹിന്ദിന്റെ ശപഥം. അവസാനം വിഷത്തിലൂട്ടിയ അമ്പുമായിട്ട് ഒരു പറ്റം സ്വഹാബത്തിനെ ഉഹുദ് പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു നിലക്കും നിങ്ങൾ എവിടുന്ന് ഇറങ്ങി വരരുത്. അപ്പൊ അവരിൽപ്പെട്ട മുനാഫിഖീങ്ങളായ ആളുകൾ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി അവിടുന്ന് അവർ ഇറങ്ങി വന്നു. ഹംസ മാത്രം അവിടെ ബാക്കിയായി. വിഷത്തിലൂട്ടിയ അമ്പുമായിട്ട് ഉഹുദിന്റെ പിന്നാമ്പുറത്തിലൂടെ കയറിയിട്ട് അമ്പെയ്ത്തുകാരനായ വഹ്ശി ഇബ്നു ഹർബ് ഹംസയുടെ ശരീരത്തിലേക്ക് അമ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. കുത്തിക്കർത്തറച്ചു കയറിയ അമ്പ് വലിച്ചൂരി ഓടി വന്നിട്ട് എന്നിട്ട് നെഞ്ചത്ത് കുത്തിയിട്ട് നെഞ്ച് പിളർന്നിട്ട് രണ്ട് ഭാഗത്തേക്കും മാറ്റി വച്ചിട്ട് ഹംസയെ പിന്നിനെ വിളിച്ചു വരുത്തിയിട്ട് കരളിങ്ങനെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് വാഴയിലിട്ട് ചവച്ചരച്ച് തുപ്പിക്കളഞ്ഞവളാ. ഹിന്ദു പിൽക്കാലത്ത് മുസ്ലിമായവളാ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അതാണ് പറഞ്ഞത്. സുബൈർ ഇബ്നുൽ അവാമാണ് ആ സ്വഹാബി. അസ്മാ ബീവിയുടെ മോനാണ്. എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ മുആവിയക്ക് കത്തെഴുതിയതാണ്. കത്തിന്റെ അഭിസംബോധനം യാ ആകിലത്തൽ അക്ബാർ, കരള് കടിച്ച് ചവച്ചരച്ച് തുപ്പിയവളുടെ മോനെ എന്ന് അഭിസംബോധനം ചെയ്തു. സുബ്ഹാനല്ലാഹ്. തിരിച്ച് ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് സുബൈർ ഇബ്നുൽ അവാമിനക്ക് കത്തെഴുതിയത് എങ്ങനെയാണെന്നറിയോ? രണ്ട് അരപ്പട്ട ഉടയവളുടെ രണ്ട് അരപ്പട്ട ഉടയ അസ്മായുടെ മോൻ സുബൈർ. ഇതാണ് രണ്ടുപേരുടെയും അഭിസംബോധന. ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തത് ശകാരത്തോടുകൂടെ ശാഠ്യത്തോടുകൂടെ അയച്ചു. മറ്റത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ. രണ്ട് അരപ്പട്ട ഉടയവളാണ് എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അസ്മാ രണ്ട് അരപ്പട്ട ഉടയവളാ. അതിന്റെ അർത്ഥം മനസ്സിലായോ? അറിയോ? അത് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലെ ഗിസിന്. അസ്മാ ബീവി സൗർഹാറിൽ അബൂബക്കർ സിദ്ദീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അഭയം പ്രാപിച്ചപ്പോ പിന്നെ ഭക്ഷണപ്പൊതിയുമായിട്ട് നടന്നുപോയി. അത്രേ. എങ്ങനെയാ നടന്നുപോയെന്നറിയോ? ശത്രുക്കൾക്ക് തന്റെ കാൽപാദം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുമ്പോ പിന്നിലുള്ള കാൽപാദം കാലുകൊണ്ട് മാച്ചു കളയും. അങ്ങനെ ഉഹുദ് പർവ്വതത്തിന് സൗർഹാറിന്റെ മുകളിലേക്ക് അതുമായിട്ട് കടന്ന് കയറിപ്പോയ പെണ്ണാണ് അസ്മാ. എന്നിട്ട് ഗുഹാമുഖത്തെത്തിയപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇതെന്താ അസ്മാ പൊതി? ഒന്നുമല്ല, ഇത് കുറച്ച് ഭക്ഷണാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇത് കെട്ടിയിട്ടില്ലല്ലോ അസ്മാ, ഞങ്ങൾ യാത്രയിൽ ഇത് വീണു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് കെട്ട് അസ്മാ. ആ സമയത്ത് പണ്ട് അറബി പെണ്ണുങ്ങൾ അരപ്പട്ട കെട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തന്റെ അരപ്പട്ട ഊരിയിട്ട് രണ്ട് ചീന്താക്കിയിട്ട് ഒന്ന് അരയിലും കെട്ടി ഒന്ന് ഭക്ഷണപ്പൊതിയിലും കെട്ടിയിട്ട് റസൂലുള്ളാഹി കൊടുത്തു. അപ്പൊ പറഞ്ഞു, യാ ലാത്തന്നി താക്കൈ, ഓ രണ്ടരപ്പട്ട ഉടയവളെ എന്ന സ്ഥാനപ്പേര് അള്ളാന്റെ റസൂൽ അസ്മാ ബീവിയെ വിളിക്കുകയാ. ഏതാവട്ടെ അസ്മാ ബീവിയുടെ മോനായ സുബൈർ ഇബ്നുൽ അവാമിനിക്ക് കത്ത് കിട്ടിയപ്പോൾ, സുബൈറേ നിന്റെ പ്രശ്നം ഈഗോ പ്രശ്നമല്ലേ സുബൈറേ, നിന്റെ തോട്ടത്തിലേക്ക് ഞാൻ കണക്കെടുപ്പ് നടത്താൻ
ഉദ്യോഗസ്ഥന്മാരെ അയച്ചതല്ലേ നിനക്ക് പറ്റാത്തത്? എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ അയച്ചതായ ഉദ്യോഗസ്ഥന്മാരെ നിന്നിലേക്ക് ചേർത്തിയെടുത്തോളി, നിന്റെ തോട്ടത്തിലെ പണിക്കാരായിട്ട് നീ എടുത്തോളി. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് മുആവിയാക്ക് 2 തോട്ടങ്ങളുണ്ട്, അതും കൂടെ നീ എടുത്തുകൊള്ളുക. വിട്ടുവീഴ്ച ചെയ്തു മുആവിയ. സ്നേഹത്തോടെ സാഹോദര്യ ബന്ധം നിലനിർത്തിയപ്പോൾ, ആ കത്ത് കിട്ടിയപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ കണ്ണ് നിറഞ്ഞുപോയി. കണ്ണുനീരൂറ്റി വീണത് ആ കത്തിന്റെ മുകളിലേക്കാണ്. ഉടനെ വാഹനം കയറി ഡമസ്കസിലേക്ക് മുആവിയാനെ കാണാൻ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുആവിയ, നിങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ഭരണാധികാരിയാവേണ്ടത്. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, എല്ലാ രക്ഷയും നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് മുആവിയാനോട് മാപ്പ് അപേക്ഷണം നടത്തിയിട്ട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് തിരിച്ചു മദീനയിലേക്ക് കടന്നു വന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഇസ്ലാമിൽ എല്ലാവർക്കും അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിലും കഠിന നിയമങ്ങൾ ഇസ്ലാമിൽ അല്ലാഹു തആല നടത്തിയിട്ടില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹംസ, ഉഹുദ് പർവ്വതത്തിന്റെ മുകളിലൂടെ ഹംസയുടെ രക്തം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഹംസയുടെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നു, എന്റെ ഹംസയുടെ അവസ്ഥ എന്താണ് നബിയെ? മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. വീട്ടിലിരിക്കുന്ന പ്രിയതമ നടന്നു വന്നിട്ട് ഹംസ വരാൻ വൈകിയപ്പോ ചോദിച്ചു, നബിയെ, എന്റെ ഹംസയുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല, കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൂടുതൽ കരഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഹംസ മരിച്ച അന്ന് ഹംസയുടെ കരളിങ്ങനെ കടിച്ച് ചവച്ചരച്ച് ഉഹുദിന്റെ പർവ്വതത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ വാരി വെതിറിയ ഹിന്ദ് അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹിന്ദ് വഹ്ശി അവസാനം മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എല്ലാത്തിനും വിട്ടുവീഴ്ച നൽകുന്നുണ്ട് ലോകത്തിന്റെ നേതാവ്. അതാണ് യഥാർത്ഥ സാഹോദര്യ ബന്ധമെന്ന് പറയുന്നത്. വഹ്ശി അവസാനം ഹബീബ് നബി തങ്ങളുടെ സദസ്സിൽ വന്നിരുന്നു. മുഖം മൂടി ധരിച്ചിട്ടാണ് വഹ്ശി വന്നത്. കാരണം തന്നെ കണ്ടാൽ ആ ഉഹുദ് പർവ്വതത്തിൽ ചിന്നിച്ചിതറിക്കിടന്ന ഹംസയെ റസൂല് ഓർത്തുപോകും. പക്ഷേ ഇസ്ലാമിന്റെ നൂറാനിയത്ത് ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോയ വഹ്ശി അവസാനം തന്റെ ജീവിതത്തിൽ കുറ്റബോധം ഉടലെടുത്ത വഹ്ശി അല്ലാഹുവിന്റെ തിരുദൂതരിന്റെ അടുത്തേക്ക് വന്നു. എത്ര കുറ്റം ചെയ്താലും മുസ്ലിമാവലോടുകൂടെ എല്ലാം പൊറുക്കപ്പെടുമല്ലോ എന്നാലോചിച്ചു കൊണ്ടുവന്ന വഹ്ശി സ്വഹാബത്തിങ്ങനെ നിരന്നിരിക്കുകയാണ്. ആ സ്വഹാബത്തിന്റെ ഏറ്റവും പിന്നിൽ പോയിട്ട് വഹ്ശി ഇബ്നു ഹർബ് ഇരിക്കുകയാണ്. റസൂലുള്ളാഹ് തന്റെ സ്വഹാബത്തിനൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ചെറിയ ഒരു നസീഹത്ത് നടത്തുന്ന സ്വഭാവമുണ്ട്. അതാണ് നമ്മുടെ നാട്ടുകാരും പറയുന്നത്. ജുമുഅക്ക് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ ഉസ്താദുമാരോട് അവർ പറയുന്നു, ചെറിയ നസീഹത്ത് നടത്തണേ. ഉസ്താദ് എവിടെ ആളെവിടെ ഉണ്ടോ? പോയാ ഉറങ്ങ ഉറങ്ങാണോ? അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ചെറിയ ചെറിയ നസീഹത്ത് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളുടെ ഉസ്താദുമാർ അത് നൽകേണ്ടതുണ്ട്. ജനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇൽമാണല്ലോ. എന്താ ഇൽമെന്നല്ലേ? മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമിനെ പറ്റി തഅലീമുൽ മുതഅല്ലിമിൽ പറഞ്ഞത്, അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ.
വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസിം. ഒരാൾക്ക് ഇൽമു നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് തെരഞ്ഞെടുത്ത ആളുകൾക്കേ വിജ്ഞാനം നൽകുള്ളൂ. ഈ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, ജട്ടിയുടെ പരിസരത്തിൽ ഇരുന്നിട്ട് സ്വറ പറയുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. അവർ ഈ മജ്ലിസിൽ വന്നിരിക്കില്ല. കാരണമെന്ത്? അള്ളാഹ് തെരഞ്ഞെടുത്ത് അള്ളാഹ് ഇന്ന് മജ്ലിസിലേക്ക് ഇരിക്കാൻ തൗഫീക്ക് നൽകപ്പെട്ട ആളുകൾ നിങ്ങളാണ്. അള്ളാഹ് ഇന്നത്തെ ദിവസം അവന്റെ ഇൽമു കേൾക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായ തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ നൂറാനിയത്ത് ശ്രവിക്കാൻ കഴിയുന്നത്. കമ്മിറ്റിക്കാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ല നിലയിൽ സഹകരിക്കുക. ഏതാവട്ടെ അല്ലാഹുവിന്റെ നൂറാനിയത്തൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. അല്ലാഹുവിന്റെ നൂറാനിയത്താണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വനൂറുല്ലാഹ് ആ നൂറ് ആ മഅരിഫത്തിന്റെ നൂറ് ലാ യുഅ്താ ലിആസി. ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്ത് നടക്കുന്നവർക്ക് അല്ലാഹു തആല നൽകില്ല. ഏതാവട്ടെ തെറ്റ് ചെയ്തത് വലിയ തെറ്റാണ്. തന്റെ ജീവിതത്തിൽ തനിക്ക് ബലമായിട്ട് നിന്ന ഹംസയെ കുത്തി മലത്തിയിട്ട് ഇഞ്ചിഞ്ചായി ശരീരം ഇങ്ങനെ ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. എന്ത് കരള് കടിച്ച് ചവച്ചരച്ച് കഷ്ണങ്ങളാക്കി ഉഹുദ് പർവ്വതത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുപ്പിയിട്ട ഈ ഒരു രംഗം കണ്ടപ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞുപോയി. ഒരുപാട് അന്നത്തെ ദിവസം കരഞ്ഞുപോയി. രക്തം ഇങ്ങനെ ഒഴുകിപ്പോവുകയാ. ഏതാവട്ടെ ഹംസയെ കൊന്ന വഹ്ശി നീണ്ടു കിടക്കുന്ന മദീനത്തെ പള്ളിയുടെ ആ വിശാലമായ സദസ്സിന്റെ ഏറ്റവും പിന്നിൽ വന്നിട്ടിരിക്കുകയാ. മുഖം മൂടി ധരിച്ചിട്ടാണ് വഹ്ശി വന്നിട്ടിരിക്കുന്നത്. വലിയ നീണ്ട സദസ്സ്. സുബ്ഹാനല്ലാഹ്. അതങ്ങോട്ട് അവസാനിച്ചപ്പോൾ, സദസ്സ് അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും ഇല്ലാ വാഹിദ, ഒരാള് മാത്രം അവിടെ ബാക്കിയാണ്. റസൂല് ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും എന്റെ മജ്ലിസിൽ നിന്ന് എണീറ്റ് പോകാത്ത നീ ആരാണ്? നീ എന്തേ മുഖം മറച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് കടന്നു വരൂ. അടുത്തേക്ക് പോയിട്ട് വഹ്ശി റസൂലുള്ളാഹിന്റെ തഹ്ത ഖദമിന്റെ അടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? ഒന്നും മിണ്ടുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? ഒന്നും മിണ്ടുന്നില്ല. റസൂല് പറഞ്ഞു, നിന്റെ മുഖം മൂടി ഒന്ന് മാറ്റിയേക്ക്. അവസാനം മനസ്സോടെ തന്നെ മുഖം മൂടി മാറ്റിയപ്പോ സുബ്ഹാന ജല്ല, ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ അമ്പെയ്ത്ത് വീരനായ വഹ്ശി അമ്പെയ്തുകൊണ്ട് വഹ്ശി തന്റെ ഹംസയെ മലർത്തി കളത്തിയിട്ട് നെഞ്ചത്ത് കുത്തിയ വഹ്ശി ഇബ്നു ഹർബാൻ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞുപോയി. സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഹംസയുടെ ഓർമ്മകൾ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കടന്നു വന്നു. രണ്ട് വേളയിൽ അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് പ്രാവശ്യം കരഞ്ഞു. 3 വേളകളിൽ. ഒന്ന് ഖദീജ വഫാത്തായ സമയം, ഹഫ്സ ബീവി റസൂല് തലാഖ് ചൊല്ലിയ ഒരു വേളയുണ്ട്. ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഹഫ്സയെ റസൂല് തലാഖ് ചൊല്ലി ഹഫ്സ ബീവിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. എന്നിട്ട് അവസാനം ഇതറിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് വന്നിട്ട് ഹഫ്സയോട് ചോദിച്ചു, ഹലകത്തി ഹഫ്സ, നശിച്ച പെണ്ണേ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിന്റെ നേതാവ് നിന്നെ തലാഖ് ചൊല്ലിയത്? ഉപ്പ
അതൊന്നുമല്ല, വലിയ പ്രശ്നമുള്ള കാര്യത്തിലല്ല എന്നെ നബി തലാഖ് ചൊല്ലിയത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നറിയോ? ഞാനൊന്ന് ഹബീബിൻ നബി തങ്ങളോട് കയർത്ത് സംസാരിച്ചു പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ നബി എന്നെ തലാഖ് ചൊല്ലി. പിതാവേ, ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹഫ്സ പറഞ്ഞപ്പോ ഉമർ ഖത്താബ് പറഞ്ഞു, എന്താണെന്നറിയോ? ഞാൻ ഹലക്കത്തി ഹഫ്സ, നശിച്ച പെണ്ണെ, നീ എന്തിനാ റസൂലുള്ളാഹിനോട് കയർത്ത് സംസാരിക്കാൻ പോയത്? അപ്പൊ ഹഫ്സ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആയിഷ ബീവിയും ഖദീജ ബീവിയും ഒക്കെ കയർത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊന്ന് കയർത്ത് സംസാരിച്ചപ്പോഴാണോ റസൂലിനിക്ക് പറ്റാത്തത്? ഇവർ രണ്ടുപേരും എപ്പോഴും റസൂലുള്ളാഹിനോട് ചില കാര്യങ്ങളിൽ കയർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാന്റെ റസൂല് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. വലിയ പവറുള്ള പെണ്ണാണ്. ഏതാവട്ടെ, ഉമർ ഖത്താബ് പറഞ്ഞു, അവർ രണ്ടും നിന്നെ പോലെയല്ല, നീ അവരെ പോലെയുമല്ല. നിനക്ക് ആയിഷ ആരാണെന്നറിയോ? ഹിബ്ബുക വഹിബ്ബു റസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷ. ഖദീജ ആരാണെന്നറിയോ? ഫാത്തിമത്തു ബിൽഗത്ത് മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമാനെ പ്രസവിച്ചു കൊടുത്ത പെണ്ണ്. ദീനിനൊന്നുമില്ലാത്ത സമയത്ത് ദീൻ വളർത്താൻ വേണ്ടി തന്റെ സമ്പത്ത് മുഴുവനും വാരി വിതറിയ പെണ്ണാണ് ഖദീജ. ഖദീജയും ആയിഷയും തർക്കിച്ചു പറഞ്ഞാല് അവർക്ക് ദേഷ്യമുണ്ടാവില്ല, റസൂലുക്ക് ദേഷ്യമുണ്ടാവില്ല. പക്ഷെ നീ അങ്ങനെയല്ല. അവസാനം ജിബ്രീൽ വന്നിട്ട് തിരിച്ചെടുപ്പിച്ചു ഹഫ്സയെ അള്ളാന്റെ ഓർഡർ പ്രകാരം. ഹഫ്സ റസൂല് മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ ചൂടേൽക്കാൻ ഭാഗ്യം ലഭിച്ച പെണ്ണാണ് ബീബി ഹഫ്സ. റസൂല് മരണപ്പെട്ടപ്പോൾ മദീനയുടെ വിപുലീകരണത്തിന് വേണ്ടി ഉമർ ഖത്താബ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ റളിയല്ലാഹു അൻഹു മദീനയുടെ വിപുലീകരണത്തിന് വേണ്ടി മദീനയുടെ അടുത്തുള്ള വീടുകളൊക്കെ പൊളിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഹഫ്സയുടെ വീട് പൊളിക്കണമെന്ന് ഉപ്പ വന്നിട്ട് പറഞ്ഞു. ഹഫ്സ ബീവി പറഞ്ഞു, ഒരു നിലക്കും പൊളിക്കാൻ പറ്റില്ല. എന്തേ കാരണം എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആ റൂം കണ്ടോ? ആ കാണുന്ന റൂം കണ്ടോ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഞാൻ കിടന്നിട്ട് ഞാൻ സന്തോഷം പങ്കുവെക്കുന്ന മുറിയാണത്. ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞ മുറിയാണത്. എങ്ങനെയാണ് അത് എനിക്ക് ഒഴിച്ചുവിടാൻ കഴിയുന്നത്? എന്റെ റൂമിൽ നിന്നൊരു വാതിൽ കണ്ടോ നിങ്ങള്? റൗള കാണത്തക്ക വിധത്തിൽ തുറന്നു കിടക്കുന്നത്. എന്റെ റസൂല് മരണപ്പെട്ടപ്പോഴും ഞാൻ ആ വാതിലിന്റെ അടുത്ത് പോയിട്ട് റൗളയുടെ നേരെ നോക്കിയിട്ട് എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ സന്തോഷങ്ങളും എന്റെ ഹബീബിനോട് പങ്കുവെക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇത് പൊളിച്ചുകൂടാ. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ഹഫ്സ സമ്മതിച്ചു. ഞാൻ എവിടെ താമസിക്കും എന്ന് ചോദിച്ചു. നീ നിന്റെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ വീട്ടിൽ താമസിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ആ വീട്ടിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ തന്നെ അവിടുന്നും എനിക്കൊരു വാതിൽ തുറന്നു തരണം. ഞാൻ താമസിക്കുന്ന റൂമിന്റെ ഉള്ളിൽ നിന്ന് റൗള കാണുന്ന വിധത്തിൽ എനിക്കൊരു വാതിൽ തുറന്നു തരണം. അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് സങ്കടങ്ങൾ പറയാനാണ്, സന്തോഷങ്ങൾ പറയാനാണ്. എന്റെ ജീവിതത്തിലുടനീളം നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഹബീബിനോട് പങ്കുവെക്കാനാ. അത് ചെയ്തു തരുമെങ്കിൽ മാത്രം എന്റെ വീട് നിങ്ങൾക്ക് പൊളിക്കാം. ബീബി ഹഫ്സ. ഏതാവട്ടെ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ എന്റെ വാഴ അവസാനിപ്പിക്കുകയാണ്. വഹ്ശി ഇബ്നു ഹർബ് മുഖം മൂടി അങ്ങോട്ട് മാറ്റിയപ്പോൾ സുബ്ഹാന ജല്ല, അന്ന് ഹംസയെ കൊന്ന വഹ്ശിയാണ്. റസൂല് കരയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ മുന്നിൽ നിന്ന് പോ വഹ്ശി,
എന്റെ ജീവിതകാലത്ത് നിന്നെ എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ ഹംസയെ ഞാൻ ഓർത്തു പോകുന്നുണ്ട്. എന്റെ ഹൃദയം കിടുകിടാ വിറക്കുകയാണ്. എന്റെ ഹംസയില്ല എന്നാലോചിക്കുമ്പോ ജീവിതത്തിലുടനീളം എനിക്ക് ബലമായിട്ട് നിന്ന ഹംസ ഇപ്പോഴില്ല. പക്ഷേ ആ ഹംസയെ കൊലപ്പെടുത്തിയ നീ എന്റെ മുമ്പിൽ വന്നു നിന്നല്ലോ. വഹ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇനി എന്റെ തെറ്റ് ഞാൻ ആരോട് പോയിട്ടാണ് പങ്കുവെക്കേണ്ടത്? ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആലിമായ റസൂലേ, എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാര കേന്ദ്രമായ അങ്ങയുടെ മുന്നിൽ വന്ന് പുറത്തു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഏത് മണ്ണിൽ പോയിട്ടാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, വഹ്ശി, നിനക്കല്ല പുറത്തു തന്നിരിക്കുന്നു. പക്ഷേ എന്റെ സ്വഹാബത്തിൽ അവസാനത്തെ കണ്ണിയാണ് നീ വഹ്ശി. ഏത് സ്ഥലത്തേക്ക് ഞാൻ എന്റെ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിലും വഹ്ശി, നീ എന്റെ മുന്നിലൂടെ നടക്കരുത് വഹ്ശി. ആ സംഘത്തിന്റെ ഏറ്റവും പിന്നിലായിരിക്കണം വഹ്ശി നിൽക്കേണ്ടത്. വഹ്ശി, നീ എന്റെ മുന്നിലൂടെ നടന്നാൽ എന്റെ ഹംസയെ ഞാൻ ഓർത്തുപോകും. എന്റെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പൊട്ടിപ്പോകും. അതുകൊണ്ട് എന്നെ കാണുന്ന സ്ഥലത്തേക്ക് വഹ്ശി വരല്ല. അല്ലാഹുവിന്റെ റസൂല് വഹ്ശിക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകളുടെ ഇടയിലൂടെ കടന്നുപോയവർക്ക് മുഴുവനും അള്ളാന്റെ റസൂല് പുറത്തു കൊടുത്തല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ മദീനത്തെ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്വഹാബി ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞ് 50 ദിവസത്തോളം മദീനത്തെ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞൊരു ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ, എന്തു പറ്റി മോനെ, നിന്റെ ശരീരങ്ങളൊക്കെ ആകെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ടല്ലോ. കരഞ്ഞ് നിന്റെ ശരീരത്തിന്റെ നിറങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താണ് മോനെ നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ ഖത്താബ് തങ്ങളെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി. എന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ കുറ്റം പ്രവർത്തിച്ചു പോയി. ഞാൻ ആരോട് പോയിട്ട് പറയാനാണ്? 40ഓളം ദിവസമായി ഞാൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തൗബ ചെയ്തു, പക്ഷേ എനിക്കിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ടേട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് കടന്നുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എല്ലാ പ്രശ്നത്തിന്റെയും കേന്ദ്രമായ ഹബീബ് നബി തങ്ങളുടെ അടുത്ത് പോയിട്ട് തന്റെ കുറ്റം അങ്ങോട്ട് പറയുകയാ. റസൂല് ചോദിച്ചു, എന്താണ് മോനെ നീ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാ, ആ അൻസാരിയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, നബിയെ, വലിയ ഒരു കുറ്റം ചെയ്ത ആളാണ്. എന്റെ കുറ്റമേറ്റ് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. അന്യാണങ്ങളോട് ചേർന്ന് തിന്നിട്ട് ഹറാമുകളിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, രാത്രി മുഴുവനും നീ അന്യ പെണ്ണുമായിട്ട് സല്ലപിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതത്തിൽ എത്ര ഹറാമുകളിലൂടെയാ നീ കടന്നുപോയത്? ചിന്തിക്കണം. നിനക്ക് ചിന്തിക്കാനുള്ള സമയമാണ്, നമുക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. ആ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് എന്റെ തെറ്റ് പറയാൻ. അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ തെറ്റാണോ വലുത്? അള്ളാഹുവിന്റെ കുർസിയാണോ ഏറ്റവും വലുത്? ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ തെറ്റ് തന്നെയാണ് നബി ഏറ്റവും വലുത്. വളരെ ഗുരുതരമായ തെറ്റാണ് ഞാൻ ചെയ്തത്. അള്ളാഹുവിന്റെ കലമാണോ ഏറ്റവും വലുത്? അതല്ല, നിന്റെ തെറ്റാണോ ഏറ്റവും വലുത്? അപ്പോഴും ചെറുപ്പക്കാരൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ എന്റെ തെറ്റ് തന്നെയാണ് ഏറ്റവും വലുത്. എന്നിട്ട് പറയാണ്, അള്ളാഹുവാണോ ഏറ്റവും വലുത്? അതല്ല, നിന്റെ തെറ്റാണോ ഏറ്റവും വലുത്?
ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്റെ അള്ളാഹുവാണ് ഏറ്റവും വലുത്, എന്നാൽ നിന്റെ തെറ്റ് പറയും, നിനക്ക് അള്ള പുറത്തു തരും. തെറ്റ് പറയാൻ ആരംഭിക്കുകയാണ്. ചെയ്ത തെറ്റെന്താണെന്നറിയോ? എന്റെ നാട്ടിൽ ഒരു അൻസാരിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഉളവെടുക്കാൻ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും ആ പെണ്ണിന്റെ കാലിന്റെ വെളുപ്പ് കണ്ടിട്ട് ഞാനിങ്ങനെ ആസ്വദിക്കുമായിരുന്നു. എന്റെ കാമ പൂർത്തീകരണം നടത്തുമായിരുന്നു. ഒരു ദിവസം ആ അൻസാരിയായ പെണ്ണ് മരണപ്പെട്ടു. എന്നാൽ എന്റെ ജോലി എന്താണെന്നറിയോ നബിയേ? ആര് മരിച്ചാലും അവരുടെ ഖബർ ഞാൻ അടയാളം വെച്ചിട്ട് ഖബറിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ കഫംപുട മോഷ്ടിക്കുന്ന ജോലിയാണ് എനിക്ക് ഉള്ളത്. അവസാനം ഞാൻ ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് തവണ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ ഒരു അൻസാരിയായ പെണ്ണ് ഉളവ് ചെയ്യുമ്പോൾ എപ്പോഴും ആ പെണ്ണിന്റെ കാലിന്റെ വെളുപ്പ് കണ്ടിട്ട് ഞാൻ എന്റെ കാമ പൂർത്തീകരണം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ അലങ്കരീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ആ പെണ്ണ് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ സമയത്ത് ആ പെണ്ണിന്റെ ജനാസയുമായിട്ട് ഞാനും അനുഗമിച്ചു. എല്ലാവരും നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് ആരുകാലുള്ള മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ചുമന്നു കൊണ്ടുപോവുകയാ. ഞാനും ആ ജനാസയോടുകൂടെ അനുഗമിച്ചു. അവരോടുകൂടെ ഞാനും പള്ളിപ്പറമ്പിലേക്ക് പോയി. അവസാനം ആ പെണ്ണിനെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അവസാനം ഫാത്തിഹ ഓതി ദുആ ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോയി. ഞാൻ മാത്രം അവിടെ ബാക്കിയായി. ഞാനൊരടയാളം ആ ഖബറിന്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് ഞാൻ കുത്തി. എന്നിട്ട് ഞാനും എന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു പോന്നു. ഏതാവട്ടെ ചുരുക്കി പറയാണ്, രാത്രി ഇരുട്ടി തുടങ്ങിയപ്പോൾ പാതിരാത്രി സമയമായപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. എന്റെ ചുറ്റുഭാഗത്തേക്കും ഞാൻ കണ്ണോടിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ. ഒരു ശബ്ദവും എനിക്ക് കേൾക്കാനില്ല. ആ സമയത്ത് ഞാൻ അടയാളം വെച്ചതായ ഖബറിന്റെ അരികിലേക്ക് രാത്രി സമയത്ത് ഞാൻ കടന്നു പോവുകയാണ്. എന്നിട്ട് ആ ഖബർ ഞാൻ മാന്തുകയാണ്. എന്നിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ആ കഫം പുടവയെടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശപിക്കപ്പെട്ട പിശാചി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, നീ ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം നിന്റെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി നീ ആഗ്രഹിച്ച ആ പെണ്ണ് ഇന്ന് ഖബറിൽ ഒറ്റക്കാൻ. ജീവിതകാലത്ത് ഒരുപാട് ആഗ്രഹിച്ച പെണ്ണ് ഇന്ന് ഖബറിൽ ഒറ്റക്കാണ്. തിരിച്ചു പോവ് ഖബറുമാന്ത്, എന്നിട്ട് നിന്റെ കാമ പൂർത്തീകരണം നടത്ത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ചിന്ത വരുന്നു, ശരിയാണല്ലോ, ഞാൻ ജീവിതകാലത്ത് ഒരുപാട് ആഗ്രഹിച്ച നല്ല വെളുത്ത സുന്ദരിയായ അൻസാരിയായ പെണ്ണ് ഇന്ന് നഗ്നതയോടുകൂടെ ഖബറിൽ ഒറ്റക്കാണ്. തിരിച്ചു പോയിട്ട് ഖബർ മാന്തി മൂടുകല്ലെടുത്തു. സുബ്ഹാന ജല്ല. ആ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് തന്റെ കാമ പൂർത്തീകരണം മുഴുവനും ആ അന്യ പെണ്ണ്, അൻസാരിയായ സ്വാലിഹത്തായ പെണ്ണിന്റെ മുകളിൽ അങ്ങോട്ട് തീർക്കുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്നും തന്റെ കാമ പൂർത്തീകരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു മുകളിലേക്ക് മൂടുകല്ലൊക്കെ വെച്ചിട്ട് കയറുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ അൻസാരിയായ പെണ്ണങ്ങോട്ട് എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എടാ ചെറുപ്പക്കാരാ, നിനക്ക് നാണമില്ലടാ, റബ്ബിനെ പേടിയില്ലടാ, നരകത്തെ പേടിയില്ലടാ, എന്തൊരു വൃത്തികേടാണ് നീ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, എന്നെ ആളുകളൊക്കെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി എന്റെ ഖബർസ്ഥാന് കൊണ്ടുവന്ന് വെച്ചപ്പോ ഞാൻ ശുദ്ധിയുള്ള പെണ്ണാണ്, ഞാൻ ശുദ്ധിയുള്ള പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്,
സുബ്ഹാനല്ലാഹ് വിചാരമെന്ന വൃത്തികെട്ട ആഭാസം നീ നിർവഹിച്ചില്ലടാ. അല്ലാഹനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹ് എന്ന ചിന്തയിലൂടെ കടന്നുപോയ എന്റെ ശരീരത്തിലേക്ക് മ്ലേച്ഛമായ വസ്തു കൊണ്ട് നീ പുരട്ടിയില്ലടാ. നിനക്ക് റബ്ബിനെ ഭയമില്ലടാ. ഇതങ്ങോട്ട് പറയേണ്ട സമയത്ത് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പേടിച്ചു പോയി അത്രേ. എണീറ്റുകൊണ്ട് കബറ് മാന്തി ആ കബറിന്റെ അടുത്തിൽ നിന്ന് എണീറ്റിട്ട് ആ ചെറുപ്പക്കാരൻ ഓടുകയാണ്. അങ്ങനെ ഓടി അവസാനം 40 ദിവസത്തോളം തൗബ ചെയ്തിട്ടും അല്ലാഹ് ഉത്തരം നൽകിയില്ല. എന്നിട്ടാണ് ഉമർ ഖത്താബ് ചെറുപ്പക്കാരനെ കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, തൗബ ചെയ്യുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താണെന്നറിയോ? അർഹമുർ റഹീമായ റബ്ബേ, ഒന്നെങ്കിൽ എന്റെ തൗബയെ നീ കബൂൽ ചെയ്യണം, ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ. ഇല്ല എന്നുണ്ടെങ്കിൽ ആകാശത്ത് നിന്നൊരു തീജ്വാല എന്നിലേക്ക് അയച്ചുകൊണ്ട് എന്നെ ഭൂമി ലോകത്ത് നിന്ന് തന്നെ കരിച്ചു കളയണം. എന്റെ തൗബ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ നബിക്കും അവിടുത്തെ സ്വഹാബത്തിനും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അത് അവസാനം 40 ദിവസം തൗബ ചെയ്തു. 50ാമത്തെ ദിവസത്തിലേക്ക് അദ്ദേഹം കടന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സങ്കടം പറയുമ്പോ ഈ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ലജ്ജിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ആട്ടിപ്പറഞ്ഞയച്ചു. ഈ പോകുന്ന പോക്കിലാണ് അദ്ദേഹം പറഞ്ഞത്, ആകാശത്തിൽ നിന്ന് ഒരു തീജ്വാല എന്നിലേക്ക് അയച്ചിട്ട് എന്നെ കരിച്ചു കളയണം. എന്റെ തൗബയിനെ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അത് അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കണം, അവിടുത്തെ സ്വഹാബത്തിനും അറിയിച്ചു കൊടുക്കണം. ഇതും പറഞ്ഞുകൊണ്ട് തൗബയുടെ വാതിൽ മുട്ടുകയാണ്. 49 ദിവസം. സുബ്ഹാനല്ലാഹ്. അവസാനം റൂഹുൽ അമീൻ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആദരവായ നബിയേ, ജനങ്ങളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുമല്ലോ, എന്നാൽ നിങ്ങളാണോ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത്? അതല്ല, അല്ലാഹുവാണോ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മെസ്സേജ് ഉണ്ട്. ആ ചെറുപ്പക്കാരനക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ നിങ്ങളടുത്തേക്ക് വിളിച്ചു വരുത്തണം. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ആ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണമെന്ന് ജിബ്രീൽ പറഞ്ഞപ്പോയാ അല്ലാഹുവിന്റെ റസൂല് തന്റെ സ്വഹാബത്തിനെ വിട്ടിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് തന്റെ തൗബ അല്ലാഹ് കബൂൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ആ ചെറുപ്പക്കാരനോട് പറയുന്നത്. സുബ്ഹാന ജല്ല. നഗ്നതയോടുകൂടെ കബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആ കബറിന്റെ ഉള്ളിൽ കിടന്ന അൻസാരിയായ പെണ്ണിന് വ്യഭിചാരം ചെയ്തിട്ട് കാമപൂർത്തീകരണം നടത്തിയ ആ ചെറുപ്പക്കാരനുക്കും അല്ലാഹ് പുറത്തു കൊടുക്കുകയാ. അർഹമുർറഹീമായ റബ്ബേ, ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റ് ചെയ്തവരാണ്. അല്ലാഹുവേ, നിന്നെ ധിക്കരിച്ചതിന്റെ പേരിലല്ലല്ലോ റബ്ബേ, ഈമാനിന്റെ കുറവ് കൊണ്ട് ശപിക്കപ്പെട്ട പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലാഹ് ഒരുപാട് തെറ്റുകളിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. നിന്റെ പാപികളായ, നിന്റെ ദോഷികളായ ഈ അടിയാറുകൾക്ക് മുഴുവനും നീ പൊറുക്കണേ അല്ലാഹ്. നാളെ നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ വെള്ളവസ്ത്രം മയുക്കിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയതുപോലെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ മായ്ച്ചു കളയണേ അല്ലാഹ്. നിന്റെ കോടതിയിൽ ഞങ്ങളെ ഹാജരാക്കുമ്പോൾ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നിന്റെ കോടതിയിൽ ഞങ്ങളെ ഹാജരാക്കണേ അല്ലാഹ്. ഒരു തെറ്റും അവശേഷിക്കാത്ത രീതിയിൽ അല്ലാഹ് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.